ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ഓഫ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ 2025 എനർജി എങ്ങനെയാണ് എന്നുള്ളത് റീഡിംഗ് ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇൻഡെപ്ത് റീഡിംഗ് ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് ടാരോട്ട് കാർഡ് മോഡൽ മാത്രമല്ല ഒരേക്കൽ കാർഡ്സും കൂടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എത്ര ചെയ്തിട്ടും അത് നടക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് വെയിറ്റ് ചെയ്യൂ. ഇനി അത് നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ സമയത്തിന് അത് നിങ്ങൾക്കായിട്ട് നടത്തി തരട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി തരട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊള്ളൂ. നിങ്ങൾ ആ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ ഇനി പുഷ് ചെയ്യേണ്ട എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് ഫ്രണ്ട്ഷിപ്പ്. 2025 നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ രണ്ട് വ്യക്തി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാനും ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഇയർ ആയിരിക്കും 2025 എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ലവ് ലൈഫ്, അതായത് നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ഡ്രാമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഇയറും കൂടി ആയിരിക്കും 2025 എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഐ എം സെയിങ് ഡിവിനേഷൻ. അതായത് ഡിവിനേഷൻ എന്ന് പറയുന്നത് ഈ ടാരോട്ട് കാർഡ് ഒരു ഡിവിനേഷൻ ടൂളാണ്. അതേപോലെ തന്നെ കോക്കനട്ട് സ്ക്രൈയിങ് ഒരു ഡിവിനേഷൻ ടൂളാണ്. അതേപോലെ മെഡിറ്റേഷൻ ഒരു ഡിവിനേഷൻ ടൂളാണ്. അതേപോലെ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ ഒക്കെ ഒരു ഡിവിനേഷൻ ടൂളാണ്. അതായത് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു ഇയറാണ് 2025 എന്നുള്ളത് കാണുന്നു. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പിൽഗ്രിമേജ്, അതായത് ഏതെങ്കിലും നിങ്ങളുടെ ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങളൊരു മെഡിറ്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 5 തൊട്ട് 7 മിനിറ്റെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഫെയറി സ്പോട്ടിങ്. ഓക്കെ, ഫെയറി സ്പോട്ടിങ്. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഫെയറി സ്പോട്ടിങ്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും കണ്ടാൽ മാത്രമേ ബിലീവ് ചെയ്യുള്ളൂ എന്നുള്ളൊരു വ്യക്തിയായിരിക്കും. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും കണ്ടറിഞ്ഞാൽ മാത്രമേ ഞാനത് വിശ്വസിക്കുള്ളൂ, ഇല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവാം എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് പലരുമായിട്ട് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, അത് അതേപോലെ നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് അതേപോലെ തന്നെ നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ഇനിയും അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ വയ്ക്കാം. അതായത് നിങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല എന്നല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫെയറീസിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെസ്സേജസിൻ്റെ രൂപത്തിലോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടി കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാനുള്ളത് ആയില്യം നക്ഷത്രക്കാർക്ക് എനിക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു ഇയർ ആയിട്ട് തോന്നുന്നു 2025. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സ്പിരിച്വലി ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഗ്രോത്ത് വരാനുമുള്ളൊരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫെയറി സ്പോട്ടിങ്, ഡിവിനേഷൻ കാർഡ്സൊക്കെ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ഒന്നിക്കൽ ടാരോട്ട് റീഡിങ് അല്ലെങ്കിൽ ആസ്ട്രോളജി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് 2025 എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ടാരോട്ട് കാർഡ് മേജറിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്ന് നോക്കാം. ഐ എം സീയിങ് 7 ഓഫ് സോർഡ്സ് എനർജി. 7 ഓഫ് സോർഡ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചിലപ്പം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഏൽക്കുന്ന പലതും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ബുദ്ധിമുട്ടുകൾ വരാം. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരാം എന്നുള്ളത് കാണുന്നു. അതായത് ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ടൈം കുറവ് ആയി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഉത്തരവാദിത്തങ്ങൾ ഇനിയും നിങ്ങൾക്ക് കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ആ ഒരു സമയത്ത് നിങ്ങളാണ് അത് തീരുമാനം എടുക്കേണ്ടത്. അതായത് ഇത്രയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് ദ മൂൺ കാർഡ്. ഓക്കെ, എഗെയിൻ മൂൺ എന്ന് പറയുന്നതും ഒരു സ്പിരിച്വൽ കണക്ഷനാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ പൊതുവായ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈസിലി നിങ്ങൾക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ മൂൺ എനർജി ഉണ്ടാകുന്നതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ മാറിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് സങ്കടം വരാം, പെട്ടെന്ന് കരച്ചിൽ വരാം. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് എനിക്കിപ്പോൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ പറയുന്ന കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കരിയറിനകത്ത് ഒരു റോങ് പാത്തിലേക്ക് പോകുക. അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കരിയർ അല്ല, പക്ഷേങ്കിൽ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് നിങ്ങൾ ഡിഫറെൻറ്റ് കരിയർ ചൂസ് ചെയ്യുക, അതിൽ പിന്നീട് വേദനിക്കുക. അതേപോലെ തന്നെ ലോങ് റിലേഷൻഷിപ്പ് എടുക്കുക, പിന്നീട് അതിനകത്ത് ബുദ്ധിമുട്ട് വരിക. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റാഷണലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, വൈസായിട്ട് തിങ്ക് ചെയ്തിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇങ്ങനെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് സമയത്ത് വരുന്ന സമയത്ത് ഓൾറെഡി ഈ ജോബിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് നോക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഐ എം സീയിങ് ഡെവിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഇത് തന്നെയാണ് പറഞ്ഞത്. മൂൺ കാർഡും ഡെവിൽ റിലേഷൻഷിപ്പും ഒക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. അതായത് ചിലപ്പം ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ തന്നെ കുറച്ച് ലെസൺസ് ഒക്കെ ലേൺ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടാവും. അതായത് മേ ബി പേഷ്യൻസ് ആയിരിക്കാം, സമാധാനപൂർവ്വം ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഓരോരോ വാല്യൂസ് ആയിരിക്കാം ലൈഫിൻ്റെ. അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആകാനും, അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈസി ആയിട്ട് മുന്നോട്ടേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനും ഉള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോകാൻ, അതായത് ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ ആയിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇതിൻ്റെ അകത്തുനിന്നൊക്കെ നിങ്ങളൊരു ഫൈൻ ഡിസിഷൻ എടുക്കുക. അതായത് ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂ ചെയ്യണോ, അതോ നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കാർമിക് റിലേഷൻഷിപ്പാണ്, അത് നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ പെയിൻ തരുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ എത്ര ലെസൺസ് പഠിച്ചിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് കാണാൻ പറ്റുന്ന സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാവണം എന്നില്ല, അതല്ലാതെ എന്തൊക്കെയോ കഴിവുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. അത് ക്രിയേറ്റീവ് ഫീൽഡിലുള്ള കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഇൻവോൾവ് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള പല കഴിവുകളും നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്യണം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെറ്റ്സിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെറ്റുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിജുവനേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. സോ നിങ്ങളുടെ പെറ്റുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻസ് കാണാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് വിത്ത് ദ സ്ട്രെങ്ത് കാർഡ്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഇസ് എ 5 of Swords എനർജി. നിങ്ങളുടെ ഒരു ഫൈറ്റിംഗ് ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക ചിലപ്പം. അതായത് നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ അതിനകത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാം. അതായത് ഈസി ഗോയിങ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല, അതായത് ഈസി ആയിട്ട് കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. സോ ഈ ഒരു മെയ് മന്ത് വരെ ആ ഒരു എനർജി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ നിങ്ങൾക്കാണ് വിജയം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ പ്രത്യേകത. അതായത് നിങ്ങൾക്കായിരിക്കും ഇതിനകത്ത് വിജയം, പക്ഷേ നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങേയറ്റം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം
നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ഫലം ഉണ്ടാവാനും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്കിപ്പം പല കാര്യങ്ങളും ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഇതൊരു ക്ലൗഡി ആയിട്ടുള്ളൊരു സ്കൈ ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവാം നിങ്ങൾക്ക്. അതൊക്കെ മാറി ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് ദ ടെമ്പറൻസ് കാർഡ്. സോ ടെമ്പറൻസ് കാർഡിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ചക്രാസ് ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡ് ഏക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ കോൾഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ എനർജീൻ്റെ ഒരു ഫ്ലോ എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് കിടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, കുറച്ച് നാളുകളായിട്ട് ഈ ഒരു എനർജി ബ്ലോക്കായിട്ട് കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ അതിനകത്തൊരു ഫ്ലോ വരുന്ന ഒരു ടൈം പീരീഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നു. 14 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ലൈഫിൽ എസ്പെഷ്യലി ദിസ് ഈസ് ലൈക്ക് എനിക്ക് കപ്സാണ് കുറച്ചുകൂടി ഇവിടെ എടുത്ത് കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പല ഇമോഷൻസ് ഉണ്ടാവാം, ഗ്രഡ്ജസ് ഉണ്ടാവാം, ചിലരോടുള്ള ദേഷ്യങ്ങളുണ്ടാവാം, ചിലരോടുള്ള പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിത് ഡയറക്റ്റ്ലി അവരോട് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു സിറ്റുവേഷൻസിനെ പറ്റിയിട്ടൊക്കെ പറയുക. അതേപോലെ തന്നെ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് യൂണിവേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം ഐ ഫോർഗീവ് ദം, ഐ എം സോറി, ഐ എം ഹാപ്പി, ഐ എം താങ്ക്ഫുൾ, ഐ എം ഗ്രേറ്റ്ഫുൾ എന്നുള്ള വാക്കുകളൊക്കെ, സോറി, താങ്ക് യു, ഗ്രേറ്റ്ഫുൾ, ഹാപ്പി അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക. സോ ഈ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നാലും ആ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും മാറ്റി അത് യൂണിവേഴ്സിന് തന്നു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊക്കെ ഞാൻ ഫോർഗീവ് ചെയ്തു. ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഫോർഗീവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക ഐ എം ഫോർഗീവിങ് ഫോർ ആ ഒരു സിറ്റുവേഷനെ ഞാൻ ഫോർഗീവ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം. ലെറ്റ് ദം ഹാൻഡിൽ ഇറ്റ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ എം സെയിങ് പേജ് ഓഫ് പെന്റക്കിൾസ് എനർജി. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾ മണി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മണി തരാം, നിങ്ങൾ മണി തന്ന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരുന്നെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലി നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും മെയിൽ ആയിട്ടുള്ള ആൾക്കാരുടെ ത്രൂ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. സോ അവർ ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്ത് ആ ജോലി തരാമെന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരാനും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരത്തിൽ പെട്ടിട്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങളത് ഏറ്റെടുക്കാനും ഒക്കെയുള്ള ചാൻസസ്സാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് സ്പിരിച്വൽ മൂൺ ഫേസിൽ എനിക്ക് കാണുന്നത് ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി, ഫുൾ മൂൺ ഇൻ ഫേസസ്. ഓക്കെ, ചിലർ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് റീഡിംഗ് ഒക്കെ എടുത്തതിന് ശേഷം ചിലർക്ക് എന്താ പറയുക, അവർ പറയാമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇത് മാത്രം പറഞ്ഞാൽ മതിയോ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇനിയൊന്നും ചെയ്യണ്ടല്ലോ എന്നാണ്. അതായത് ചിലപ്പോൾ ഞാൻ സ്വിച്ച് ബോർഡ് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ഗൈഡ് ലൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഞാനിത് ചെയ്തിട്ട് ഞാൻ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, ഈവൻ ടാരോട്ട് റീഡിങ്, എന്ത് ഒരു സംഭവം ആയിക്കോട്ടെ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് സിങ്ക്രോണസിറ്റിയിലാണ്. സിങ്ക്രോണസിറ്റി എന്ന് പറയുന്നത് നമ്മളും യൂണിവേഴ്സും എല്ലാം ഒരു സെയിം വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫോർട്ട് നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ എന്തൊരു കാര്യവും ചെയ്തിട്ടും യൂണിവേഴ്സിന് തോന്നണം ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ്. അതായത് നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫോർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് യൂണിവേഴ്സിന് തോന്നിയാൽ മാത്രമേ അത് നമ്മൾക്ക് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മളുടെ വൈബ്രേഷൻ റേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, കോൺസ്റ്റൻ്റ്ലി ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു എക്സാം പാസ്സാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു മാത്രം ഞാൻ ഇരുന്നാൽ പോരാ. ഐ ഷുഡ്
ലേൺ, അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മാത്രമേ ആ പഠിച്ച ഭാഗത്തു നിന്ന് ചോദ്യം വരാനും ആ ചോദ്യം എഴുതിയിട്ട് എനിക്ക് പാസ്സാവാനും പറ്റുള്ളൂ ഡെഫിനറ്റ്ലി. സോ ഈ ഒരു സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റിയിലെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗം നമ്മൾ ചെയ്യുക, യൂണിവേഴ്സിൻ്റെ ചെയ്യാനുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എഫർമേഷൻ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത്. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹയർ വൈബ്രേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു, നമ്മളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക, യൂണിവേഴ്സ് അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് തരും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. ബ്ലൂ മൂൺ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നടക്കില്ല, ഇതൊന്നും എൻ്റെ ലൈഫിൽ നടക്കുകയില്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. അതായത് നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടത്തി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ അകത്തെ കാര്യം. പക്ഷേ യു ഷുഡ് ബിലീവ് ഇതെൻ്റെ ലൈഫിൽ നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് നടക്കും എന്നുള്ളൊരു ബിലീഫ് നിങ്ങൾ വയ്ക്കുക. അതായത് നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ നിങ്ങളുടെ ലൈഫിൽ അത് നടക്കും എന്നുള്ളൊരു ബിലീഫ് നിങ്ങൾ വയ്ക്കുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഫോക്കസ് ഇടുന്നത് അത് നിങ്ങളുടെ കരിയറിലാണോ, റിലേഷൻഷിപ്പിലാണോ, ഫിനാൻസിലാണോ, അതല്ല ഈ ഭാഗത്തിലൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിലാണ്, ഏതൊരു സംഭവത്തിലാണ് നിങ്ങളുടെ ഫോക്കസ് ഇടുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കണം? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. ഫോർ ഇതായിരിക്കാം, അതായത് ഞാൻ ഇപ്പോൾ ഒരു ജോലി ചെയ്തു, ആ ജോലിയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഫസ്റ്റ് തിങ്. അതായത് ഞാൻ ഒരാൾക്ക് ഒരു റീഡിങ് ചെയ്ത് കൊടുത്തു ആൻഡ് ദേ ആർ സെയിങ് ദാറ്റ് എനിക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ റീഡിങ് കറക്റ്റായിരുന്നു എന്ന് അവർ പറയുന്നത് ആയിരിക്കും ഞാൻ വിചാരിക്കുന്ന ഔട്ട്കം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജോലിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ ടൈം എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വരേണ്ടത് അത് വരാനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ വേറൊരു കാര്യം യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞിട്ട് നീട്ടി വയ്ക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹം, നിങ്ങൾ ചിലപ്പം ഈവൺ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളിത് എല്ലാ ദിവസവും നോക്കുന്നില്ലെങ്കിൽ, ഇതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എഫോർട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ 2025 എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എൻ്റെ ബോഡി ഒരു ബ്യൂട്ടിഫുൾ ബോഡിയാക്കി മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് എഫോർട്ട് ഇടുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഇത്രയും ദിവസമായിട്ട് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ മാർച്ച് 1 തുടങ്ങാം എന്നുള്ളതിന് പകരം ഇന്ന് ഈ റീഡിങ് കണ്ടതിന് ശേഷം ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറ്റുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലോങ് ഡ്യൂ ആയിട്ട് കിടക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റിനും നിങ്ങൾ ഇന്നൊരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ആ പാസ്റ്റിലൂടെ പോയി കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് വീണ്ടും വീണ്ടും നിങ്ങളെ പിടിച്ച് താഴോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സമയം കൊടുക്കരുത്, അല്ലെങ്കിൽ അതിനൊരു സിറ്റുവേഷൻ കൊടുക്കരുത്. നിങ്ങൾ മുന്നിലോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കുക. ഈച്ച് ഡേ ഒരു എഫോർട്ട് ഇട്ടിട്ട് മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. എനിക്ക് എപ്പോഴും ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ അതേഴ്സ് ഡു ഇറ്റ്. എനിക്ക് പക്ഷേങ്കിൽ എൻ്റെ എനർജി എന്ന് പറയുന്നത് ഈച്ച് ഡേ വേവർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഭയങ്കര എനർജി ലോ ആയിരിക്കും, ചില ദിവസം നല്ല എനർജി ആയിരിക്കും. സോ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായ ദിവസം മാക്സിമം പ്രൊഡക്റ്റീവ് ആവും, അല്ലാത്ത ദിവസം ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് വിടുക ചെയ്യുക. സോ അതുപോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും, അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം, ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഐ നോ ദാറ്റ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്ന ദിവസം, ഹാപ്പി ആയിട്ടുള്ള ദിവസം മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമോ അത് ചെയ്ത് തീർക്കാൻ
ചെയ്യുക. നിങ്ങൾക്ക് മോശം ദിവസങ്ങളും വരും. ആ മോശ ദിവസങ്ങളിൽ നിങ്ങളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മോശം ദിവസം ലെറ്റ് ഇറ്റ് ബി, ടേക്ക് റെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചുമ്മാ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഡു സംതിങ്. അതായത് നിങ്ങളെ കൊണ്ട് ഇന്ന് എക്സസൈസ് ചെയ്ത് നാളെ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നാളെ മുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എക്സസൈസ് ചെയ്യാണ്ടിരിക്കണ്ട എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ഓരോ ദിവസവും കൂടിക്കൂടി വരും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പ് അഹെഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായാലും സ്കൈ റോക്കറ്റ് ചെയ്യും. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കയറി വരും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ബ്രൈറ്റർ ഡേയ്സ് 2025 ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു റീഡിംഗ് ആണ്. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ അവിടെ ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണ്. 2025 നിങ്ങൾ ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ഇയർ ആണ് 2025. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് കാണുന്ന ഈ മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ജൂലൈ മന്താണ്. ജൂലൈ മന്തിന് ശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ബി ഹാപ്പി, നിങ്ങളുടെ കാര്യത്തിൽ ആക്ഷൻ എടുക്കൂ, മുന്നിലോട്ടേക്ക് പോകൂ. ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.